പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് യെശയ്യാ പ്രവചന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യമാണ്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു, ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. യഹോവയായ ദൈവം തൻ്റെ അഭിഷിക്തനായ കോരശിനോട് പറയുകയാണ്, കോരശേ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കോരശിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് അടിമത്തത്തിലായ ഇസ്രായേലിനെ, ബാബേലിലെ അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേലിനെ അവിടുന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു യഹൂദനല്ലാതിരിക്കുന്ന കോരശിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. അങ്ങനെ ദൈവം അഭിഷേകം ചെയ്തിട്ട് കോരശിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ഞാൻ നിനക്ക് മുമ്പായി ഞാൻ യാത്ര ചെയ്യും. എത്ര വലിയ ദുർഘടങ്ങളുണ്ടെങ്കിലും ഞാൻ ആ ദുർഘടങ്ങളെ മുഴുവനും മാറ്റി നിരപ്പാക്കി കളയും. ഞാൻ താമര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചു കളയും. എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ഞാൻ അതെല്ലാം തകർത്ത് നിന്നെ ഞാൻ വലങ്കയിൽ പിടിച്ച് ഞാൻ നിനക്ക് മുമ്പായി നടകൊള്ളുമെന്ന് കോരശിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ നമുക്ക് പ്രയാസങ്ങളുള്ളപ്പോൾ, ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. എൻ്റെ യേശുവിനെ നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ മുഴുവനും അവൻ മാറ്റിക്കളയും. അവൻ നമുക്ക് മുമ്പായി നടക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഇസ്രായേൽ മക്കൾ ഏകദേശം 30 ലക്ഷത്തോളം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവർക്ക് ചുറ്റും അവരുടെ മുമ്പിൽ ദുർഘടങ്ങളെ നിരപ്പാക്കി അവരെ കൈക്ക് പിടിച്ച് ആ മരുഭൂമിയിൽ കൂടെ 40 വർഷക്കാലം നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ മറന്നു പോകരുത്. ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, രോഗങ്ങള്, നമ്മുടെ ജീവിതത്തിൽ ഉലയ്ക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കണം. യേശുവിനോട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യണം. യേശുവേ, ഇന്നു മുതൽ നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ നീ നടക്കണം. നീ എന്നെ വലങ്കൈക്ക് പിടിക്കണം. ദൈവം നമ്മുടെ വലങ്കൈക്ക് പിടിച്ചാൽ അതിനെ മാറ്റുവാൻ ആർക്കും കഴിയാത്തവണ്ണം നമ്മെ വലങ്കയിൽ പിടിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ആ ബോധ്യത്തോടെ നാം അവൻ്റെ വലങ്കയിൽ പിടിച്ച് നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാകും, നമുക്ക് സുരക്ഷിതമുണ്ടാകും. യേശു നമ്മളോട് വാഗ്ദത്തം ചെയ്തത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ഞാൻ എൻ്റെ സമാധാനം ഞാനിതാ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമുക്ക് ഭവനമൊരുക്കുവാൻ യേശു പോയിരിക്കുകയാണ്. അവൻ ഭവനമൊരുക്കി കഴിയുമ്പോൾ അവൻ ഇരിക്കുന്നിടത്ത് നമ്മെയും ഇരുത്തുന്നതിന് അവൻ വന്ന് നമ്മെ ചേർത്തുകൊള്ളുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവം കോരശിനോട് പറയുകയാണ്, നീ ബാബേലിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഞാൻ നിനക്കെൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി പോകുന്നു, ഞാൻ നിനക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി താമ്രക്കഥകളെയും ഇരുമ്പോടാമ്പലുകളെയും ഭേദിച്ചു കളയുന്നു, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ തരും. അങ്ങനെയൊക്കെ ദൈവം കോരശിന്
തൻ്റെ അഭിഷിക്തനായ കോരശിനോട് വാഗ്ദത്തം ചെയ്ത് അവനെ നടത്തുകയാണ്. ഇത് കോരശിനോട് വേണ്ടി മാത്രമുള്ള വാഗ്ദത്തമല്ല, നമുക്കൊരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വലങ്കയിൽ പിടിച്ച് നമ്മൾ നടക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ വലങ്കയിൽ നമ്മൾ പിടിക്കണം, അവനോട് നമ്മൾ ചേർന്നിരിക്കണം. അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചാരിയതുപോലെ അവൻ്റെ മാറിൽ നമുക്ക് ചാരുവുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് മുമ്പായി പോയി ദുർഘടങ്ങളെ നിരപ്പാക്കി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ആ മേഘസ്തംഭത്തിന്റെ പ്രത്യേകത അവരുടെ മേത്ത് വെയിൽ കൊള്ളാതെ അവരെ കാസൂക്ഷിച്ച ദൈവമാണ്. പിന്നെ രാത്രി അഗ്നിസ്തംഭം, അതേലിയ ആവശ്യമായ വെട്ടം അവർക്ക് കിട്ടുന്നതിന് വേണ്ടി അഗ്നിസ്തംഭത്തിന്റെ കീഴിലാണ് ദൈവം അവരെ നടത്തിയത്. അങ്ങനെ അവർക്ക് പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്ക് മാറയെ മധുരമാക്കിയ ദൈവം, മന്നായും കാടുപക്ഷിയും കൊണ്ട് മരുഭൂമിയിൽ അവരെ പോഷിപ്പിച്ച ദൈവം, അതെല്ലാം നമ്മുടെ ദൈവമാണ്. അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറുകെ പിടിക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടോ? അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും തീരുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്തത്. ദൈവത്തെ പറ്റി പറയുകയാണ്, ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും. യേശു നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ ആ വഴി ആർക്കും അടയ്ക്കുവാൻ കഴിയില്ല. ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്തത്. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടക്കുകയും ചെയ്യുന്ന സർവശക്തനായ നമ്മുടെ ദൈവമുണ്ടല്ലോ. ആ ദൈവം അരുളി ചെയ്യുകയാണ്. ആ ദൈവമാണ് നമ്മുടെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നത്. ആ ദൈവം നമ്മുടെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ദൈവത്തോട്, യേശുവിനോട് ചേർന്നിരിക്കണം. 107-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ താമ്രകഥകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം താമ്രകഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ അവൻ എന്ത് ചെയ്യാണ്? അവൻ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മുറിച്ചു കളയുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും വലുതാണ്. ദൈവം തമ്പുരാൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല, നമ്മുടെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളല്ല. അതുകൊണ്ട് അതാണ് ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ അത് ചെങ്കടലാണെന്നറിയാം. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ എന്തായിരുന്നു? ആ ചെങ്കടലിലെ വഴികളെ തുറന്ന് ഒരു അത്ഭുത മന്ത്രിയായി അവരുടെ മുമ്പിൽ നടന്നു പോകുക എന്നുള്ളതായിരുന്നു ആ ദൈവത്തിന്റെ പദ്ധതി. അത് മോശയുടെ ചിന്താഗതിയിൽ, മോശയുടെ വിചാരത്തിൽ ഒരിക്കലും മോശ വിചാരിച്ചിട്ടില്ല ഈ ചെങ്കടൽ കടന്നാണ് ഞങ്ങൾക്ക് പോകേണ്ടതെന്ന് മോശ വിചാരിച്ചിട്ടില്ല. ഫറോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിക്കളയുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അത് മോശയ്ക്ക് അറിയില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമ്പോൾ അത് തടുക്കുവാനായി ആർക്കും കഴിയില്ല.
ദൈവം നമ്മുടെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏത് ദുർഘടങ്ങളും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ദുർഘടങ്ങളും ദൈവം നിരപ്പാക്കി തരും. ശത്രുവിന്റെ എല്ലാ തീയമ്പുകളെയും ദൈവം ഉടച്ചു കളയുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് കടന്നു വരാം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഗണങ്ങളെ നിരപ്പാക്കുകയും താമരകഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. ഞാൻ യഹോവ, ഇസ്രായേൽ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മരവിടങ്ങളെ ഗുപ്തനിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവമക്കൾക്ക് ദൈവം തരുന്ന വാഗ്ദത്തമാണ്. നാം അവരോട് പറ്റിയിരുന്നാൽ, കോരസ് ദൈവത്തോട് പറ്റിയിരുന്നതുപോലെ, ഹല്ലേലൂയ, മോശ ദൈവത്തോട് പറ്റിയിരുന്നതുപോലെ, ദാനിയേൽ ദൈവത്തോട് പറ്റിയിരുന്നതുപോലെ, യോശുവ ദൈവത്തോട് പറ്റിയിരുന്നതുപോലെ നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ഒരു മനസ്സുണ്ടോ? അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ, അവന്റെ വചനങ്ങൾ അനുസരിക്കുവാൻ നമുക്ക് മനസ്സുമുണ്ടോ? അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ വലം കൈയിൽ ദൈവം നമ്മെ പിടിക്കും. അവൻ നമുക്ക് മുമ്പായി ചെന്ന് നമ്മുടെ മുമ്പിലുള്ള ദുർഘടങ്ങളെ അവൻ തകർത്തു കളയും. നമുക്ക് സമാധാനം തരും, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തരും, നമ്മുടെ ജീവിതത്തിൽ വേണ്ടി അത്ഭുതങ്ങളെ തരും. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ നിക്ഷേപങ്ങളെ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, മറുപടങ്ങളിലെ നിക്ഷേപങ്ങളെ ദൈവം നമുക്ക് തരും. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.